പ്രാർത്ഥനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരായുസ്സ് മുഴുവൻ സമരം ചെയ്ത ഒരു യഹൂദൻ്റെ കഥയാണ് ഈ പറയുന്നത്. കൊച്ചിയിൽ AB സേലം എന്നും പറഞ്ഞ് ഒരു ജൂതനുണ്ടായിരുന്നു. അയാൾ ശരിക്കും പറഞ്ഞാൽ ഈ ജൂതന്മാരുടെ ഇടയിൽ 3 നിറമുള്ള ജൂതന്മാരുണ്ട്. വെളുത്ത ജൂതൻ, കറുത്ത ജൂതൻ, പിന്നെ ബ്രൗൺ ജൂതൻ. ഈ ബ്രൗൺ ജൂതൻ എന്ന് പറയുന്നത് ഈ പല ചരിത്രകാരും പറയുന്നത് വെളുത്തതും കറുത്തതും കൂടി ചേർന്ന സങ്കരവർഗമാണെന്നുള്ളതാണ്. പക്ഷേ ഇവൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ ഈ വെളുത്ത ജൂതരുടെ വട്ടാഞ്ചേരിയിലുള്ള കോളനിയിലാണ്. കോളനിയിൽ ഗട്ടോ എന്ന് പറയുന്നത്. ആ ഗട്ടോ ഒരു പള്ളിയുടെ ഗട്ടോയുടെ അകത്തുള്ള ഈ മട്ടാഞ്ചേരി പള്ളിയുടെ തൊട്ട് ചേർന്നാണ് ഇയാൾ വീടിരിക്കുന്നത്. അപ്പോൾ വെളുത്ത ജൂതരുടെ കോളനിയിലേക്ക് വേറെ ഒരു ജൂതനെയും കടത്തില്ല. പക്ഷേ ഈ ബ്രൗൺ ജൂതൻ എങ്ങനെ ഇതിനകത്ത് കയറി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ വെളുത്ത ജൂതന്മാരെല്ലാം പിൽക്കാല ജൂതന്മാരാണ്. പിൽക്കാലത്ത് ഈ ബ്രിട്ടീഷ് പീരീഡിലെല്ലാം ഇവിടെ കുടിയേറിയ ആളുകളാണ്. അവരുടെ കാലഘട്ടത്തിലാണ് ഈ പള്ളിയെല്ലാം പുതിയ സിനഗോഗ് പുതുക്കിപ്പണിയതും അതുപോലെ തന്നെ ഇവർക്ക് പുതിയൊരു കോളനി ഹൗസിംഗ് കോളനി ഉണ്ടാക്കി കൊടുക്കുന്നതും. മട്ടാഞ്ചേരിയിലെ ഡച്ച് പാലസ് പണിത് കൊടുത്തതെല്ലാം ഡച്ചുകാരാണ്. അപ്പോൾ ആ കാലത്ത് കുടിയേറിയ ആളുകളാണ് ഇവർ. അപ്പോൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ, പണ്ടെന്ന് വെച്ചാൽ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജൂതന്മാർ വന്നിട്ടുണ്ട്. അവരുടെ പിൻതലമുറക്കാരനാണ് ഇയാൾ. അപ്പോൾ ഇയാൾ ശരിക്കും ഒരു കാലത്ത് ഇസ്രയേലിൽ നിന്ന് വന്ന ഒരു ഇസ്രയേലിൽ എന്ന് പറഞ്ഞാൽ വെളുത്ത നിറമല്ല, ഏതാണ്ട് ഒരു മങ്ങിയ വൈറ്റാണ്. പക്ഷേ അതിവിടെ വന്ന് ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിൽ വന്ന് അത് ഇരുണ്ട നിറമായിപ്പോയി. പക്ഷേ ഇയാൾ പള്ളിയുടെ മുന്നിലാണ് താമസിക്കുന്നെങ്കിൽ പോലും ആ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ഇയാളെ കയറ്റുമായിരുന്നില്ല. അന്ന് നാരായണ ഗുരു പിന്നെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തുന്നു, പിന്നെ ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ കേരളത്തിൽ മുഴുവൻ തന്നെ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്ന സമയത്ത് ഇയാൾ അവിടേക്ക് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ എവിടെ സമരം ചെയ്യുന്ന ഈ പള്ളിയുടെ പുറത്ത് ഒരു ബെഞ്ചുണ്ട്. ബെഞ്ചിലേക്ക് സമരം ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ നാടാലും മുഴുവനെ കാണാൻ പോകും. പക്ഷേ ഇവരുടെ പ്രാർത്ഥനാ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്, സാബത്ത് ഡേ. ആ സാബത്ത് ഡേയിൽ എല്ലാ ദിവസവും അയാൾ അവിടെ ഉണ്ടാവും. അവിടെ ആ ബെഞ്ചിലിരിക്കും. ഇവരാരും അതിനകത്ത് കയറ്റില്ല. അങ്ങനെ അയാൾ വർഷങ്ങളോളം എന്ന് വെച്ചാൽ ഒരു ജീവിതകാലം മുഴുവൻ ഇയാൾ സമരത്തിൽ, എന്നിട്ടും അയാളെ കയറ്റില്ലെന്നുള്ള. എന്നാൽ ഇയാളെ കല്യാണം, ഇയാളെ കുടുംബജീവിതം എന്ന് വെച്ചാൽ ഒരു രസകരമാണ്. ഇയാളൊരു ക്രിസ്ത്യൻ ഡോക്ടറെ വിവാഹം കഴിച്ചത്. ആ ക്രിസ്ത്യൻ ഡോക്ടറുടെ സേവനം ഈ ജൂത കോളനിയിലുള്ള സകല ആളുകൾക്കും ഉപയോഗപ്പെട്ടിരുന്നു. ഇയാളെ പള്ളി കയറ്റിയില്ലെങ്കിലും അവരുടെ സേവനം ഉപയോഗം. പിന്നെ ഇയാൾക്ക് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി, മൂത്ത പെൺകുട്ടി എറണാകുളത്ത് മാരേജ് കോളേജിൻ്റെ അടുത്തുള്ള ഒരു ആൻ്റണി കല്യാണം കഴിച്ചു. അങ്ങനെ അവർ പേര് മാറ്റി ക്രിസ്ത്യനായി. പിന്നെ വേറൊരു പെൺകുട്ടി ഒരു ബ്രാഹ്മണെ കല്യാണം കഴിച്ച് അവർ മതം മാറിയില്ല. അതുകൊണ്ട് അവർക്ക് ഈ കോളനിയിൽ വന്ന ഈ അച്ഛനെ കാണാം. പക്ഷേ അച്ഛനെ കാണാം, പെർമിഷൻ ഉണ്ട്. പക്ഷേ മറ്റവർ മതം മാറിയുകൊണ്ട് അവർക്ക് കയറാൻ പറ്റില്ല. പിന്നെ ഒരു മകൻ മതപരമായിട്ടുള്ള കാര്യങ്ങളെ നടക്കുകയാണ്. വേറൊരു മകൻ ഒരു വെളുത്ത ജൂതത്തിനെ അടിച്ചുകൊണ്ട് പോയി കൽക്കട്ടയെ കൊണ്ട് കല്യാണം കഴിയും. അങ്ങനെ ചരിത്രപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉള്ള സമയത്തും ഈ സാധു മനുഷ്യൻ അവിടെ ഇരുന്നുണ്ട്, മരണം വരെ അവിടെ ഇരുന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.